ശിവസേന എന്ന പേര് പറഞ്ഞാൽ ശിവന്റെ സേന എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ശിവനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മെല്ലാം അറിവിൽപ്പെട്ടിടത്തോളം ശിവന്റെ ചിത്രമൊക്കെ കാണുമ്പോൾ തന്നെ അടുത്ത പാർവതി ഉണ്ടാവും. പാർവതി ഇല്ലാതൊരു ശിവനുണ്ട്. ശിവപാർവതി സങ്കല്പം എന്നൊരു സങ്കല്പം തന്നെ. അപ്പോ ഈ ശിവസേനക്കാരൻ ഈ പറയപ്പെടുന്ന ശിവനും പാർവതിയും ഉള്ള സ്ഥലത്തെങ്ങനെ പോയ എന്തായിരിക്കും ശിവന്റെ പാർവതിയുടെ സ്ഥിതി? ശിവസേനക്കാരന്റെ തല്ലുകൊണ്ട് ഓടേണ്ടതായിട്ട് വരൂലേ? നമസ്കാരം. ഹിന്ദു ദൈവങ്ങളെ തെരഞ്ഞു പിടിച്ച് അവരെ അശ്ലീലപരമായി സംസാരിക്കുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും അവരുടെ അസഭ്യം വർഷിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് കേരളത്തിലുണ്ട്. ചില്ലുമേടയിലിരുന്ന് AC റൂമിലിരുന്ന് വിപ്ലവം പറയുന്ന അദ്ദേഹത്തിന് പ്രത്യേക ഹരമാണ് ഹിന്ദു ദൈവങ്ങളെ പച്ചയ്ക്ക് തെറി പറയുക എന്ന്. നമുക്കറിയാം, അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്ന ഭക്തന്മാരിൽ ഏറ്റവും അധികം ആരാണുള്ളത്? CPM-ൻ്റെ അണികളാണുള്ളത്. CPM-ൻ്റെ അണികളിൽ നിന്നാണ് അമ്പലങ്ങളിലും അതേപോലെ അയ്യപ്പനെ കാണാനും പോകുന്നതിൽ മുൻപന്തിയിലുള്ളത് എന്ന് ഞങ്ങൾ നടത്തിയ സർവേ മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഏകദേശം ഒരു 40% ആളുകളും CPM-ൻ്റെ അണികളോ നേതാക്കന്മാരോ ഇവിടെ പോകാറുണ്ട്. എന്നാൽ വലിയ നേതാക്കന്മാർ അവർ പറയാറില്ല, ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും മാറി നിൽക്കാറുണ്ട്. സാധാരണ അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് അയ്യപ്പനും അതേപോലെ ശിവനും പാർവതിയും എല്ലാം. എന്നാൽ ശിവനെയും പാർവതിയെയും എല്ലാം അതേപോലെ തന്നെ അയ്യപ്പനെ ബാലിക പ്രത്തേമ്മയെയും കുറിച്ച് പച്ചത്തെറി അസഭ്യം പറയുന്ന ഒരാളുണ്ട് നമുക്ക്. അതാണ് സാക്ഷാൽ നിലമ്പൂരിലെ ഇപ്പോഴത്തെ മത്സരത്തിനിറങ്ങിയ സ്വരാജ്. കഴിഞ്ഞ തവണ തൃപ്പൂണിത്തുറയിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ ആട്ടി ഓടിച്ച ഒരാളാണ് ഈ സ്വരാജ്. അവിടെ 5 വർഷം MLA ആയ ശേഷം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത, 5 വർഷക്കാലത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ വന്നു കഴിഞ്ഞാൽ അവനെ ആട്ടി ഓട്ടിക്കുന്ന, ദാർഷ്ട്യത്തോടെ ധിക്കാരത്തോടെ സംസാരിച്ചും വളരെ മോശമായി പെരുമാറുന്ന, ചില്ലുമേടയിലിരുന്ന് കൊഞ്ഞനം കുത്തുന്ന ആളാണ് സ്വരാജ് എന്ന് തെളിയിച്ചതാണ്. അതാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് തോറ്റ് തൊപ്പിയിടാൻ കാരണം. അല്ലെങ്കിൽ തൃപ്പൂണിത്തുറക്കാർ ആ നാടിനെ സ്നേഹിക്കുന്ന, ആ നാട്ടിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ കൂടെ ചേർത്ത് പിടിക്കും. അങ്ങനെയാണ് K ബാബു സ്ഥിരമായി ജയിക്കുന്നത്. 2016 ബാർക്കോഴ വിവാദവും അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാത്രമാണ് അവിടെ തോൽക്കാൻ കാരണം 4000 വോട്ടിന്. അടുത്ത തവണ BJP-യുടെയും അതേപോലെ കോൺഗ്രസിന്റെ ഒരു ഭാഗത്തിനെയും വോട്ട് കിട്ടിയിട്ട് പോലും സ്വരാജ് അവിടുന്ന് തോറ്റു തൊപ്പിയിട്ടു. അത്രയും ജനങ്ങൾക്ക് വെറുപ്പായിരുന്നു, അറപ്പായിരുന്നു. അതിന് കാരണങ്ങളിൽ ഒന്നാണ് ഹിന്ദു ദൈവങ്ങളെ തെരഞ്ഞുപിടിച്ച് പച്ചയ്ക്ക് തെറി പറയുക എന്നുള്ളത്. നമുക്ക് അദ്ദേഹം ആദ്യം പാർവതിയെയും ശിവനെയും വളരെ മ്ലേച്ഛമായ ഭാഷയിൽ വൾഗറായി ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞ ആ വീഡിയോ ഒന്ന് കേൾക്കാം. ശിവസേന എന്ന പേര് പറഞ്ഞാൽ ശിവന്റെ സേന എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ശിവനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മെല്ലാം അറിവിൽപ്പെട്ടിടത്തോളം ശിവന്റെ ചിത്രമൊക്കെ കാണുമ്പോൾ തന്നെ അടുത്ത പാർവതി ഉണ്ടാവും. പാർവതി ഇല്ലാതൊരു ശിവനുണ്ട്. ശിവപാർവതി സങ്കല്പം എന്നൊരു സങ്കല്പം തന്നെ. അപ്പോ ഈ ശിവസേനക്കാരൻ ഈ പറയപ്പെടുന്ന ശിവനും പാർവതിയും ഉള്ള സ്ഥലത്തെങ്ങനെ പോയ എന്തായിരിക്കും ശിവന്റെ പാർവതിയുടെ സ്ഥിതി? ശിവസേനക്കാരന്റെ തല്ലുകൊണ്ട് ഓടേണ്ടതായിട്ട് വരൂലേ? മറൈൻ ഡ്രൈവിലെ യുവാക്കൾക്ക് നേരെ വടിയെടുക്കുന്ന ശിവസേനക്കാരൻ എങ്ങനെയാണെങ്കിൽ ആദ്യം പോയിട്ട് ശിവനും പാർവതിക്കും 2 കൊടുക്കട്ടെ, എന്നിട്ട് മറൈൻ ഡ്രൈവിലേക്ക് വരട്ടെ. അപ്പൊ ഇത് എവിടുത്തെ സേനയാണ്? ഏത് ശിവസേനയാണിത്? ശിവസേനക്ക് ശിവനെയും അറിയില്ല, പാർവതിയെയും അറിയില്ല. ശിവന്റെ മുടിക്കെട്ടിനുള്ളിൽ മറ്റേ നമ്മുടെ കക്ഷിയുണ്ട്, ഗംഗാദേവി. 2 വടിയെടുക്കണ്ടേ അവിടെ? ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുമ്പോൾ അവരെ അടിക്കുകയാണ്. ദമ്പതിമാരായിട്ട് വന്നവർ, സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുള്ളവർ ആണും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും. അത്ര ദുർബലമാണോ നമ്മുടെ ആകാശം? എന്നാൽ ആ പുല്ലം ഇടിഞ്ഞു വീഴട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് DYFI. അതല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചാൽ, അവർ ഭക്ഷണം കഴിച്ചാൽ, അവർ യാത്ര ചെയ്താൽ, അവർ ഒരുമിച്ചിരുന്നാൽ അവിടെ വടിയും ഗതയുമെല്ലാമായി ചാടി വീഴുന്ന ശിവസേന ഉണ്ടെങ്കിൽ ഓർത്തോളണം, അത്തരമൊരു ശിവസേനയെ നിലക്ക് നിർത്താനും പിടിച്ചു കെട്ടാനും വേണ്ടിവന്നാൽ കൈകാര്യം ചെയ്യാനും ഒരു മടിയുമില്ലാത്ത സംഘടനയാണ് DYFI. കേട്ടല്ലോ. ഇതേപോലെയാണ് അദ്ദേഹം മുമ്പ് ശബരിമല വിവാദമുണ്ടായപ്പോൾ, സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ, ആ വിധി പ്രകാരം കേരളത്തിലെ ഒരു തരത്തിലും ഭക്തിയില്ലാത്ത കുറേ സ്ത്രീകളെ വേഷം കെട്ടിച്ച് ടെമ്പോ വാനിൽ കയറ്റി, ആംബുലൻസിൽ കയറ്റി, പോലീസ് സഹായത്തോടുകൂടി
അവിടെ മലയൊന്നും ചവിട്ടിക്കാതെ നേരെ കൊണ്ടുപോയി അയ്യപ്പന്റെ മുന്നിൽ എത്തിച്ച ആളുകളിൽ ഒരാളാണ്, പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് നമ്മുടെ ഈ പറയുന്ന സ്വരാജ്. ആ സ്വരാജ് മാളികപ്പുറത്തമ്മയെയും അതേപോലെ ശ്രീ അയ്യപ്പനെയും പറ്റി പറഞ്ഞാൽ നമ്മൾ ചെവിട് പൊത്തി വെക്കുക, അത്രയും പച്ചത്തെറിയാണ് പറയുന്നത്. അതായത് ശ്രീ അയ്യപ്പൻ എല്ലാ കാലത്തും നിത്യബ്രഹ്മചാരിയാണ്. ആ നിത്യബ്രഹ്മചാരിയായ അയ്യപ്പനെയും അതേപോലെ മാളികപ്പുറത്തമ്മയെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുണ്ടാക്കിയ കഥ, അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു, അവരെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പച്ചത്തെറി പറഞ്ഞത്. അതും കേട്ട് നോക്കാം. എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ്. എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത്. അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും, കാരണം എന്താ പറഞ്ഞ വാക്കാണ്. പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി. മനസ്സിലായി? പ്രളയം വന്നത് അങ്ങനെ. ആ പ്രളയം വന്നപ്പോ അച്ഛൻ കോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി. അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി. പ്രളയം വന്നതെന്താന്ന് ഓർമ്മയുണ്ട്? ആഗസ്റ്റ് 16 നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല. ആഗസ്റ്റ് 15 അത്തം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഘോഷയാത്ര വേണ്ടെന്ന് വെച്ചു. അപ്പോഴേക്ക് മഴ കനത്തു. ആഗസ്റ്റ് 16 മഴ പ്രളയമായി വന്നു. 17 ആയപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി. എല്ലാ വീടും വെള്ളത്തിലടി. ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യം. ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ചിങ്ങം 1 ആഗസ്റ്റ് 17 ചിങ്ങമാസം 1 നട തുറന്നപ്പോ കന്യയ്യപ്പനും ഇല്ല, ഗുരുസ്വാമി ഇല്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1 മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18 വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ. അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18 വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. അങ്ങനെ വിശ്വസിച്ചാ പോരെ? പ്രശ്നം കഴിഞ്ഞില്ലേ? ഞാൻ ഈ പറഞ്ഞതൊക്കെ യുക്തിയില്ലേ? ഞാൻ ഈ പറഞ്ഞതിൽ യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ. യുക്തിയില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ യുക്തിസഹമായ വിശ്വാസത്തെ നമ്മളങ്ങ് സ്വീകരിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ? എല്ലാ പ്രശ്നവും പരിഹരിക്കും. കേട്ടല്ലോ. ഇത്തരത്തിൽ ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്ന നമ്മുടെ സ്വരാജിന് നബിയെക്കുറിച്ച് 2 വരി പറയാൻ ധൈര്യമുണ്ട്. ഇതേപോലെ നബിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലൊരു ഇത്തരത്തിലുള്ളൊരു മോശമായൊരു കാര്യം പറഞ്ഞാൽ പിറ്റേ ദിവസം അദ്ദേഹം ഉണ്ടാകുമോ? നമുക്കറിയാം പാരീസിൽ ഇതേപോലെ നബിയെക്കുറിച്ച് മോശമായി പറയുകയോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുകയോ രൂപം വരയ്ക്കുകയോ ഒക്കെ ചെയ്ത സന്ദർഭത്തിൽ അവിടെ ജനങ്ങൾ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയതെന്ന് നമുക്കറിയാം. പല സ്ഥലത്തും കലാപം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മുസ്ലിം വിഭാഗത്തെ വോട്ട് കിട്ടും എന്നുള്ള രൂപത്തിലാണ് ഇങ്ങനെ ഈ ഹിന്ദു ദൈവങ്ങളെ മോശപ്പെടുത്തുന്നത്. എന്നാൽ മുസ്ലിം നേതാക്കന്മാർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ശബരിമല കാലത്ത് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ ശബരിമല അയ്യപ്പനെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ മോശമാണ്. ശ്രീ അയ്യപ്പൻ്റെ അവിടെയുള്ള ആചാരങ്ങൾ അതേപടി നിലനിർത്തണം. അത് ഞങ്ങളെ പള്ളിയിലായാലും ഞങ്ങളെ ആചാരങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഒരു മതത്തിൻ്റെയും ആചാരങ്ങളെ കയറി മേയാൻ ശ്രമിക്കരുത്, അപഹസിക്കരുത്, മോശപ്പെടുത്തരുത് എന്ന് പറഞ്ഞത് ആരാണ്? മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും മുസ്ലിം സമുദായത്തിലെ ആളുകളുമാണ്. അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ആളുകളെയൊക്കെ കൂട്ടുപിടിക്കാം, മുസ്ലിം വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം നിലമ്പൂരിലെത്തിയത്. എന്നാൽ നിലമ്പൂർ എന്നും മതേതരത്തിൻ്റെ സ്ഥലമാണ്. മതത്തിനപ്പുറത്തേക്ക് എല്ലാവരും ജാതി മതങ്ങൾക്കപ്പുറം ഒറ്റക്കെട്ടായി ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെ വിഷവിത്ത് പാകി അവിടെ തമ്മിൽ സ്പ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് സത്യത്തിൽ സ്വരാജ് എത്തിയത് എന്ന് വേണം നമ്മൾ സംശയിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പ് നടത്തിയ പ്രസ്താവനകൾ അത്രയും ഭീകരവും അത്രയും മ്ലേച്ഛവും അതേപോലെ ഹിന്ദു ദൈവങ്ങളെ അപഹസിക്കുന്നതുമാണ്. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസമുണ്ട്. ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളേതായ വിശ്വാസമുണ്ട്, മുസ്ലിങ്ങൾക്ക് അവരുടേതായ വിശ്വാസമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് അവരുടേതായ വിശ്വാസമുണ്ട്. അവരെ ആ വിശ്വാസങ്ങളെ
ഹനിച്ചതിൻ്റെ പേരിലാണ് അവസാനം അയ്യപ്പൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ തോപ്പിയിട്ടപ്പോൾ എല്ലാ വീടുകളിലും കയറി CPM നേതാക്കന്മാർ തന്നെ നേരിട്ടിറങ്ങി മാപ്പേ 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 എന്ന് പറഞ്ഞ് നടന്നത്. അന്ന് ഇതിനെയൊക്കെ തീക്കൊളുത്തിയിട്ടുള്ള ഹിന്ദു ദൈവങ്ങളെയും അതേപോലെ അയ്യപ്പനെയും എല്ലാം തീക്കൊളുത്തിയിട്ടുള്ള ആഭാസം പറഞ്ഞ് തീക്കൊളുത്തിയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന സ്വരാജ്. അദ്ദേഹമാണ് അവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലം ഇതേപോലെ കുഴിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തൃപ്പൂണിത്തുറ കുഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് ജനങ്ങളെ ഓട്ടിച്ചതെങ്കിൽ ഇപ്പോൾ നിലമ്പൂരിലാണ് എത്തിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇദ്ദേഹം ഒരിക്കലും ആ സ്ഥലത്ത് യോജിച്ച ആളല്ല എന്ന് പറയാൻ കാരണം അദ്ദേഹം മുമ്പ് ജനിച്ചു വളർന്നത് ഇവിടെയാണെങ്കിലും പിന്നീട് അദ്ദേഹം മാറി തലക്കനമുള്ള ഏതോ ഒരു കൊമ്പത്തെ രാജാവിനെ പോലെ പിണറായി വിജയനേക്കാൾ ധാർഷ്ട്യവും അഹങ്കാരമുള്ള ചില്ലുമേടയിലിരുന്ന് വിപ്ലവം പറയുന്ന ഒരു നേതാവായി മാറി. അതാണ് തൃപ്പൂണിത്തുറയിലെ CPM അണികളും CPI അണികളും തോൽപ്പിച്ചു വിട്ടത്. അതിനു വേണ്ടിയിട്ടാണ് നിലമ്പൂരിൽ ഇപ്പം കാട് കയറി എത്തിയിരിക്കുന്നത്, മല കയറി എത്തിയിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ ജനങ്ങൾ ശ്രദ്ധിക്കുക. ഈ വിദ്വാൻ ആരാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. നന്ദി, നമസ്കാരം.